അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹാനായ ഷഅറാനി ഇമാമ് ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ്. വലിയ പണ്ഡിതനായ വലിയ ഉസ്താദായ അഷെയ്ഖ് അഹ്മദുൽ ഖനാസിരി അൽ-ദരീർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു ദിവസം തീരുമാനിച്ചു അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറയിൽ പോയി ഒരു ദിവസം അന്തി ഉറങ്ങണം. അദ്ദേഹം അങ്ങനെ മഖ്ബറയിലേക്ക് എത്തി. ആ മഖ്ബറ നിലകൊള്ളുന്നത് വിജനമായ ഒരു പ്രദേശത്താണ്. ആൾ താമസമില്ലാതെ വിജനമായി കിടക്കുന്ന ഒരു പ്രദേശത്താണ് ആ മഖ്ബറ ഉള്ളത്. അങ്ങനെ അദ്ദേഹം ആ മഖ്ബറയിലെത്തി അവിടെ താമസിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ആ മഖ്ബറയിൽ സേവനം ചെയ്യുന്ന ഖാദിമ് പറഞ്ഞു, ഉസ്താദെ, ഇവിടെ രാത്രി താമസിക്കാൻ വലിയ പ്രയാസമാണ്. കാരണം വലിയ ഭീതിപ്പെടുത്തുന്ന ഒരുപാട് പ്രയാസങ്ങൾ, ശബ്ദങ്ങൾ, വന്യജീവി സൗണ്ടുകൾ അതൊക്കെ ഉണ്ട്. മാത്രമല്ല ഒരു മനുഷ്യൻ പോലും ഈ ഭാഗത്തേക്ക് വരാറുമില്ല. അതുകൊണ്ട് രാത്രി താമസിക്കൽ വലിയ പ്രയാസമാണ് എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദായ അഷെയ്ഖ് അഹ്മദുൽ ഖനാസിരി തങ്ങൾ പറയാണ്, തവക്കൽതു അലല്ലാഹ്, ഞാൻ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നു. ഞാൻ അവിടെ താമസിക്കാൻ വേണ്ടി വന്നതാണ്. ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ബറക്കത്തും മദദും എനിക്ക് കിട്ടണം. അതിനുവേണ്ടി ഒരു രാത്രി താമസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ആ ഖാദിം പോയി. അങ്ങനെ രാത്രിയായി. മഹാനവർ അവിടെ ഖുർആൻ ദിക്റൊക്കെ ചൊല്ലിയിരിക്കുകയാണ്. അങ്ങനെ ഇശാ ടൈം ആയപ്പോൾ വലിയ സൗണ്ട് പുറത്തുനിന്ന് കേൾക്കുന്നു. വന്യജീവികൾ ഓരിയിടുന്നത്, വന്യജീവികളുടെ ഓരിയിടുന്ന സൗണ്ട് കേട്ടപ്പോൾ മഹാനായ ഉസ്താദിന് പേടി വന്നു. പേടി വന്നത് മാത്രമല്ല, പേടിച്ചിട്ട് അവയവങ്ങൾ കെളിപ്പിൽ നിന്ന് മുറിഞ്ഞു പോകുന്നു എന്ന് വരെ തോന്നുന്ന രൂപത്തിൽ വലിയ പേടി വന്നു. അതിൻ്റെ ഇടയിലാണ് മക്കാമിൻ്റെ വലിയ ഇരുമ്പുവാതിലുണ്ട്. ആ വാതിൽ തുറക്കുന്നതും അടക്കുന്നതുമായ സൗണ്ട് വലിയ സൗണ്ടാണ്. ആ സൗണ്ട് കൂടെ കേട്ടപ്പോൾ മഹാനവറുകൾ പേടിച്ച് വിറച്ചിരിക്കുക അതിൻ്റെ ഉള്ളിൽ. അപ്പോഴാണ് മഹാൻ്റെ അടുത്തേക്ക് ഒരു നല്ല താടി വെച്ച്, നല്ല തലപ്പാവ് ധരിച്ച്, നല്ല വെള്ള വസ്ത്രം ധരിച്ച് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ കയറി വന്നു. കയറി വന്നപ്പോൾ ഉസ്താദിന് സമാധാനമായി. അങ്ങനെ ഉസ്താദിൻ്റെ അടുത്ത് വന്നിരുന്ന് പറഞ്ഞു, ഇന്ന് വലിയ ബറക്കത്തുള്ള രാത്രിയാണല്ലോ, നമുക്ക് അല്പം ഖുർആൻ ഓതിയാലോ? അപ്പോൾ മഹാനവർ ഉസ്താദ് പറഞ്ഞു, അദ്ദേഹം ഖുർആൻ ഓതാം. അപ്പോൾ വന്നാൾ പറഞ്ഞു, നിങ്ങൾ ഖുർആൻ അടുക്കി ഓതി, ഞാൻ കൂടെ ഓതാം. അങ്ങനെ അവർ സൂറത്തു നഹ്ൽ മുതൽ സൂറത്തു നജ്മ് വരെ ഓതി. അപ്പോഴേക്കും സുബഹി ബാങ്ക് കൊടുക്കാനായി. അപ്പോൾ ആ വന്ന ആൾ ഒന്ന് പുറത്തേക്ക് പോയിട്ട് വീണ്ടും അകത്തേക്ക് വന്നു. എൻ്റെ കയ്യിൽ 2 തളിക ഉണ്ടായിരുന്നു, കൂടെ കുറേ റൊട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ റൊട്ടിയും പിടിച്ച് 2 തളികയും പിടിച്ചാണ് വരുന്നത്. ഒരു തളികയിൽ നല്ല പാലും നെയ്യും, മറ്റേ തളികയിൽ നല്ല മധുരമുള്ള തേനും. അങ്ങനെ ആ റൊട്ടിയും 2 തളികയും എൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കഴിച്ചോളൂ, നിങ്ങൾ വയറ് നിറയെ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കഴിച്ചു, വയറ് നിറഞ്ഞു. ഞാൻ ആ സാധനങ്ങളെല്ലാം, തളികയെല്ലാം മാറ്റിവെച്ച് ഒന്ന് നോക്കുമ്പോൾ അവിടെ ആ ആഗതനെ കാണാനില്ല. പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഒരു മനുഷ്യനെയും കാണാനില്ല. അത്ഭുതപ്പെട്ടു. അങ്ങനെ അദ്ദേഹം അവിടെ ഇങ്ങനെ ഇരുന്നു ഉസ്താദ്. അപ്പോഴാണ് രാവിലെ ആയപ്പോൾ ഖാദിമ് വന്നു. ഖാദിമ് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, ഞാൻ വലിയ ബേജാറിലായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. നിങ്ങൾ ഇവിടെ ഒറ്റക്കാൾ കഴിയുന്നത്, ഇന്ന് വരെ ഇവിടെ ഒറ്റക്ക് ഒരാൾ പോലും താമസിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ താമസിക്കുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങളെക്കുറിച്ച് ആശങ്കയിലായി. എനിക്ക് ഒന്നും ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പോലും കഴിഞ്ഞില്ല. വലിയ ബേജാറിലായിരുന്നു. എന്തെങ്കിലും സംഭവിച്ചോ ഉസ്താദെ എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് ഖാദിമിനോട് ഇവിടെ നടന്ന സംഭവങ്ങൾ മുഴുവൻ പറഞ്ഞു. അപ്പോൾ ഖാദിമ് നിറകണ്ണുകളോടെ പറഞ്ഞു, ഉസ്താദെ, ഹാദാ സയ്യിദി അഹ്മദ്, ആ വന്നത് എൻ്റെ നേതാവ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ആണ്.